തിരുവനന്തപുരത്ത് നിന്ന് പൂനെയിലേക്ക് പോകുന്ന യാത്രയിലാണ് ഞാൻ. ഡയറക്റ്റ് ഫ്ലൈറ്റ് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഹൈദരാബാദ് വഴിയാണ് ഞാൻ പോകുന്നത്. ഇൻഡിഗോയുടെ ഫ്ലൈറ്റാണ് എനിക്ക് കിട്ടിയത്. ഇപ്പോൾ ഫ്ലൈറ്റിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. ബോർഡിംഗ് ഒക്കെ കറക്റ്റ് സമയത്ത് തന്നെ നടന്നു. എനിക്ക് കിട്ടിയ സീറ്റ് നടുക്കായിരുന്നു, സൈഡ് സീറ്റ് എനിക്ക് കിട്ടിയില്ല. രാത്രി ആയതുകൊണ്ട് അങ്ങനെ ഞാൻ ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒന്നും എടുത്തില്ല. ഡയറക്റ്റ് ഹൈദരാബാദിൽ നിന്നായിരുന്നു പിന്നെ വീഡിയോ മൊത്തം എടുത്തത്. ഹൈദരാബാദ് ചെന്നതിന് ശേഷം അവിടെ നിന്ന് നമുക്ക് ഇൻഡിഗോയുടെ ബസ് വന്ന് നമുക്ക് കാണാം. ഇഷ്ടം പോലെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് ഇഷ്ടം പോലെ ഇങ്ങനെ നിർത്തിയിട്ടേക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. തിരുവനന്തപുരം എയർപോർട്ടിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഹൈദരാബാദ് എയർപോർട്ട് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി വലുതാണ്, നല്ല വലുപ്പമുള്ള എയർപോർട്ടാണ്. സോ ബസ് തന്നെ ഏകദേശം 1.5 കിലോമീറ്റർ യാത്ര ചെയ്താണ് എയർപോർട്ട് വരെ ചെന്നത് ഫ്ലൈറ്റിൻ്റെ അവിടെ നിന്ന്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തി. അവിടെ നിന്ന് പിന്നെ നേരെ ഞാൻ ട്രാൻസിറ്റ് തപ്പി കുറച്ച് സമയമെടുത്ത്. അവിടെയും സെയിം ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഗേറ്റുണ്ട്. എനിക്ക് ബോർഡ് ചെയ്യാൻ കിട്ടിയ ഗേറ്റിൻ്റെ നമ്പറാണ് ഗേറ്റ് നമ്പർ 120. എയർപോർട്ടിലുള്ള മറ്റ് പല ഫുഡ്സിനും നല്ല വില കൂടുതലാണ്. എന്നാൽ ഈ ഒരു വെൻഡിങ് മെഷീനാണ് എന്നെ ശരിക്കും രക്ഷപ്പെടുത്തിയത്. കാരണം ഇതിൻ്റെ അകത്തുള്ള ബിസ്ക്കറ്റും ചിപ്സും എല്ലാം നോർമൽ റേറ്റ്സിലാണ് നമുക്ക് കിട്ടുന്നത്. അടുത്ത ഫ്ലൈറ്റിൻ്റെ ബോർഡിങ് തുടങ്ങി. ഇനിയും ഒരു 1.5 കിലോമീറ്റർ ഇതേപോലെ ബസ് യാത്ര ചെയ്ത് ഫ്ലൈറ്റിൻ്റെ അവിടം വരെ പോകണം. അങ്ങനെ വീണ്ടും ഞാൻ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്യാൻ പോകുന്നു. ഇതിന് ടേക്ക് ഓഫിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല, എന്നാൽ ലാൻഡ് ചെയ്യുന്നതിൻ്റെ ചെറുതായിട്ടൊന്ന് ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ഞാനങ്ങനെ ഈ ഫ്ലൈറ്റിൽ 1 മണിക്കൂർ യാത്ര ചെയ്ത് പൂനെ എത്തി. പൂനെയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ലൈറ്റ്സും ഒക്കെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. രാത്രി ആയതുകൊണ്ട് വലുതായിട്ട് നമുക്കൊന്നും കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല, എന്നാൽ സിറ്റി ലൈറ്റ്സൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഞാൻ അങ്ങനെ ഫൈനലി എൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുന്നു, പൂനെ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇതെൻ്റെ പുതിയ ടെർമിനലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്